പാകിസ്ഥാന്റെ ശ്വാസം നിലയ്ക്കും, നെഞ്ചെടുപ്പ് കൂടും. കൂടുതൽ സുദർശന ചക്ര ഭാരതത്തിന് കൈമാറുമെന്ന് റഷ്യ അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ തിളങ്ങിയ S-400 മിസൈലുകൾ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും അടിച്ച് തരിപ്പണമാക്കിയിരുന്നു. ഇതോടുകൂടി തന്നെ കടുത്ത ആശങ്കയിലായിരുന്നു പാകിസ്ഥാൻ എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. ഇന്ത്യക്ക് നൽകാനുള്ള ബാക്കിയുള്ള S-400 മിസൈലുകൾ കൂടെ എത്തുന്നതോടെ ഇനിയും പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് തുനിഞ്ഞാൽ ആ രാജ്യം തന്നെ ഭസ്മമാകാനുള്ള വീര്യം ഈ മിസൈലുകൾക്കുണ്ടാകും. വരുന്ന 2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ സുദർശന ചക്ര ഭാരതത്തിന് സ്വന്തമാകും. മാത്രമല്ല 2026 കൂടി രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാകും. കേരളത്തിന് നിലവിലുള്ളതിൽ ഏറ്റവും ന്യൂതനവും ശക്തവുമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് റഷ്യൻ മിസൈൽ പ്രതിരോധ സംവിധാനമായ S-400. സുദർശന ചക്ര എന്നാണ് ഇതിന് ഇന്ത്യ നൽകിയ പേര്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകളെയും മിസൈലുകളെയും ഇന്ത്യ തടഞ്ഞത് S-400 ഉപയോഗിച്ചാണ്. S-400 മിസൈലുകൾ അതിന് സമയബന്ധിതമായി കൈമാറുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ ഡെപ്യൂട്ടി അംബാസിഡർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ കടുത്ത അതൃപ്തി മറികടന്നുകൊണ്ടാണ് ഇന്ത്യ S-400 വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിയത്. 5.35 ബില്യൺ കരാർ 2018 ഒപ്പുവയ്ക്കുന്നത്. 2021 ഡിസംബറിലാണ് ആദ്യ ബാച്ച് ഇന്ത്യയിലെത്തിയത്. 2022 ഏപ്രിലും 2023 ഒക്ടോബറിലുമായി 2 യൂണിറ്റുകൾ കൂടി വിതരണം ചെയ്തു. പാക് ചൈന അതിർത്തിയിൽ നിലവിൽ 3 യൂണിറ്റുകളാണ് വിന്യസിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേക പ്രദേശത്ത് ഒരു കവചമായി ഇവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നുഴഞ്ഞുകയറ്റ വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയും ഇവ നിഷ്പ്രയാസം തകർത്തു കളയും. ബാക്കിയുള്ളവ കൂടി എത്തുന്നതോടെ അതിർത്തിയിലെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടും. പാകിസ്ഥാന്റെ നട്ടെല്ലൊടിച്ച S-400 പ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ശത്രു രാജ്യത്തിന്റെ ഡ്രോണുകൾ നിലംപരിശാക്കാൻ റഷ്യൻ നിർമ്മിത ഈ ചുണക്കുട്ടി മതി എന്നതാണ് ഇന്ത്യ പാക് സംഘർഷത്തിലൂടെ തന്നെ തെളിയിച്ചതും. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന S-400 പ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റം വേഗത്തിലാക്കും എന്ന പ്രധാന ലക്ഷ്യത്തോടു കൂടിയിട്ടായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റഷ്യ സന്ദർശിച്ചതും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഫലപ്രദമായി തന്നെ ചെറുക്കാൻ S-400 പ്രതിരോധ സംവിധാനം ഏറെ സഹായകരമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കരാർ ഒപ്പിടിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വേഗത്തിൽ തന്നെ രാജ്യത്തിന് കൈമാറണമെന്ന് ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെട്ടതും. 5 പ്രതിരോധ സംവിധാനങ്ങളാണ് കരാർ ഒപ്പിട്ടത്. ഇതിൽ 3 കിട്ടി. അതുപോലെ മോസ്കോ സന്ദർശന വേളയിൽ റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി അധ്യക്ഷതയിൽ മെയ് 27 മുതൽ 29 വരെ നടന്ന സുരക്ഷാ വിഷയങ്ങളിലെ 13ാമത് അന്താരാഷ്ട്ര യോഗത്തിലായിരുന്നു അജിത് ഡോവൽ പങ്കെടുത്തതും. 2 S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യക്ക് കൈമാറാൻ ബാക്കിയുള്ളതും. ഇത് എത്രയും വേഗം തന്നെ കൈമാറണമെന്നിരിക്കും എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. 5.4 ബില്യൺ ഡോളറിന്, അതായത് ഏകദേശം 35,000 കോടി രൂപ. 2018 S-400 വ്യോമ പ്രതിരോധ സിസ്റ്റം ആ ഒരു യൂണിറ്റ് റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്നത്. 2025 4ാമത്തെ സ്ക്വാഡ്രൺ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധവും ലോജിസ്റ്റിക്സ് വെല്ലുവിളികളും കാരണം 5ാമത്തെ സ്ക്വാഡ്രൺ 2026 ലഭിക്കുമെന്നതായിരുന്നു അവർ പുറത്തുവിട്ട വിവരങ്ങൾ. ഇതും വേഗത്തിലാക്കാൻ ഇന്ത്യ ശ്രമം നടത്തുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 300-ലധികം പാക് ഡ്രോണുകൾ S-400 ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ വെടിവെച്ചിടുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ നിർമ്മിത ആകാശ പ്രതിരോധ സംവിധാനം ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.